എല്ലാവർക്കും നമസ്കാരം. വെർച്വൽ വൈബ്സ് ദ ലിറ്റിൽ ലാൻഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 29 ശനിയാഴ്ച. ഇന്ന് സൂര്യഗ്രഹണം ഉള്ള ദിവസമാണ്. നമ്മൾ ഭൂമിയിലുള്ളവർക്ക് ഒരിക്കൽ കൂടി നമ്മൾ സൂര്യഗ്രഹണത്തിന് സാക്ഷിയാവാൻ പോവുകയാണ്. സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിലൂടെ ചന്ദ്രൻ്റെ സഞ്ചാരം ഉണ്ടാകുന്ന സമയത്ത് സൂര്യനെ പൂർണ്ണമായോ ഭാഗികമായോ ചന്ദ്രൻ മറയ്ക്കുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാവാറുണ്ട്, ഭാഗികമായിട്ട് സൂര്യഗ്രഹണം ഉണ്ടാവാറുണ്ട്. ഇത്തവണത്തെ, അതായത് മാർച്ച് 29 ശനിയാഴ്ചത്തെ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ഭാഗിക സൂര്യഗ്രഹണമാണ്. 4 മണിക്കൂർ ദൈർഘ്യത്തിലുള്ള സൂര്യഗ്രഹണമാണ് വരുന്നത്. അതിൻ്റെ സമയം എന്ന് പറയുന്നത് നമ്മുടെ സമയം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ IST അല്ലേ, ഇന്ത്യൻ സമയം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർച്ച് 29 ഉച്ചയ്ക്ക് 2:20 സൂര്യഗ്രഹണം ആരംഭിക്കുന്നത്. പിന്നെ 6:15 വരെയാണ്, അതായത് 6:13 വരെയാണ്, കറക്റ്റായിട്ട് പറഞ്ഞാൽ 6:13 വരെയാണ് സൂര്യഗ്രഹണത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഉച്ചസ്ഥായിയായിട്ട് സൂര്യഗ്രഹണം നടക്കുന്നത്, അതായത് പൂർണ്ണത വരുന്ന സമയം എന്ന് പറയുന്നത് 4:17. അപ്പോൾ നമുക്ക് 2:20 തുടങ്ങിയിട്ട് സൂര്യഗ്രഹണത്തിൻ്റെ പൂർണ്ണത എത്തുന്നത് 4:17. പിന്നെ തിരിച്ച് വീണ്ടും ചന്ദ്രൻ നീങ്ങി തുടങ്ങുമല്ലോ. അപ്പോൾ സൂര്യഗ്രഹണം അവസാനിക്കുന്ന സമയം എന്ന് പറയുന്നത് 6:13. അപ്പോൾ 2:20 മുതൽ 6:13 വരെയുള്ള 4 മണിക്കൂർ സമയമാണ് നമുക്ക് ഇപ്രാവശ്യം ഇന്നത്തെ മാർച്ച് 29 ശനിയാഴ്ചയിലെ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ നമുക്കത് കാണാൻ പറ്റില്ല, സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമല്ല. അതേപോലെ നമ്മുടെ സമയം എന്ന് പറയുന്നത് 2:20 മുതൽ 6:13 വരെയുള്ള സമയത്താണ് സൂര്യഗ്രഹണം വരുന്ന സമയം. ഈ ഒരു സമയം സൂര്യോദയം വരുന്ന രാജ്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ രാജ്യങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ, ചന്ദ്രൻ സൂര്യൻ്റെ മേലുള്ള ആ നിഴൽ വരുമ്പോൾ സൂര്യൻ ഉദയമാണ്, ഉദയ സമയത്ത് ചന്ദ്രൻ്റെ നിഴൽ വരികയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഈസ്റ്റേൺ സൈഡിൽ തന്നെ, അതായത് കിഴക്ക് ചക്രവാളത്തിൽ തന്നെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ വീഴും. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ഒരു പ്രത്യേക രീതിയിലാണ് എന്നാണ് പറയണത്. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ വീണിട്ട് സൂര്യൻ്റെ 2 ഭാഗങ്ങളിൽ സൂര്യനെ കാണാനും പറ്റും, ഭാഗികാണല്ലോ. അപ്പോൾ 2 കൊമ്പ് പോലെ സൂര്യനെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇരട്ട സൂര്യോദയ ഗ്രഹണം എന്ന് പറയാൻ കാരണം. ഇരട്ട സൂര്യോദയ ഗ്രഹണം നമുക്ക് ദൃശ്യമല്ല. ഇനി സൂര്യഗ്രഹണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഈ സൂര്യഗ്രഹണ സമയം എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് മെഡിറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മന്ത്രാസ് ചാൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടായ എല്ലാ നെഗറ്റിവിറ്റിയും ഞാൻ കളയുകയാണ്, ന്യൂ അഫർമേഷൻസ്, ഒരു ബിഗിനിങ്ങിലേക്ക് ഞാൻ പോവുകയാണ് എന്നുള്ള പോലെ നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ സൂര്യദേവൻ്റെ മന്ത്രങ്ങൾ, ഇപ്പം സൂര്യഗായത്രി ഉണ്ട്. ഓം ഭൂർഭുവസ്വഃ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. അങ്ങനെ അത് ചൊല്ലാം. അല്ലെങ്കിൽ ഭഗവാന്റെ മന്ത്രങ്ങൾ, സൂര്യഭഗവാന്റെ ബീജമന്ത്രമോ അത് അല്ലാത്ത ഏത് മന്ത്രമായാലും, ഓം ആദിത്യായ നമ, ഓം സൂര്യദേവായ നമ, ഓം ഭാസ്കരായ നമ എന്നുള്ള പോലെയുള്ള സൂര്യദേവൻ്റെ മന്ത്രങ്ങൾ ചാൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് സൂര്യഗ്രഹണ സമയം എന്ന് പറയുന്നത്.
6:13 വരെയാണ് സൂര്യഗ്രഹണ സമയം വരുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ സൂര്യൻ്റെ അസ്തമയവും ഇതൊന്നും നോക്കാതെ വിളക്ക് കൊളുത്തുന്നവരുണ്ട്. 6 മണിയായാൽ പോയിട്ട് വിളക്ക് കൊളുത്തുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എപ്പോഴും സൂര്യഗ്രഹണ സമയത്ത് നിലവിളക്ക് കൊളുത്തരുത്. അപ്പോൾ 6:13 ശേഷം മാത്രമാണ് ഇന്നത്തെ സന്ധ്യാവിളക്ക്, അതായത് നിലവിളക്ക് കൊളുത്താൻ പാടുള്ളൂ എന്നാണ് പറയാനുള്ളത്. പിന്നെ ഒരു തരത്തിലുള്ള ലോഹങ്ങളും യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ അതിൻ്റെ ക്രയവിക്രയം നടത്തരുത് എന്നാണ് പറയുക. അതിപ്പോൾ സ്വർണ്ണമായാലും അതെ, ഇരുമ്പായാലും ഏതായാലും അതെ. അപ്പോൾ കഴിയുന്നതും ലോഹവസ്തുക്കൾ ധരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകളും ഇല്ലാണ്ട് സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. ഈ കുറച്ച് സമയമല്ലേ, 2:20 മുതൽ 6:15 വരെയുള്ള സമയമാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം പറയുന്നത്, ഈ സമയത്ത് കുക്കിംഗ് ചെയ്യരുത് എന്ന് പറയും. അതായത് ഭക്ഷണം പാചകം ചെയ്യാൻ ഈ ഒരു സമയം യൂസ് ചെയ്യരുത്. അപ്പോൾ 2:20 മുമ്പ് ഉച്ചഭക്ഷണം കഴിക്കുക. ലെഫ്റ്റ് ഓവേഴ്സ് വെക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കിളികൾക്കോ മൃഗങ്ങൾക്കോ ഒക്കെ കൊടുക്കാൻ പറ്റും. അത് 2:20 മുമ്പ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് ശേഷം ഇനി അഥവാ ഫുഡ് ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ അത് മൂടി വയ്ക്കണം. ശരിക്ക് ഗ്രഹണ സമയത്തിന് ശേഷം അതിന് മുമ്പ് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കരുത് എന്ന് തന്നെയാണ് പറയുക. പിന്നെ കുക്കിംഗ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് എന്താണ്, ഒരു ആയുർവേദത്തിലും പറയുന്ന കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ വിശ്വാസം അനുസരിച്ച് പറയുകയാണെങ്കിൽ ആ സമയത്ത് കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മൂദേവി വന്ന് കയറും വീട്ടിൽ എന്നാണ്. മൂദേവി വാഴും, അല്ലെങ്കിൽ തിന്മകൾ കൂടാൻ ചാൻസ് ഉണ്ട് ആ സമയത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ സമയത്ത് കുക്കിംഗ് ഒഴിവാക്കുക. ഭക്ഷണം കഴിക്കാനും പാടില്ല ആ സമയത്ത്. അപ്പോൾ 2:20 മുതൽ 6:15 വരെയാണ്. അതിന് ശേഷം ഭക്ഷണം കഴിക്കുക. 6:15 ശേഷം കുളിക്കുക. 6:15 ശേഷം കുളിച്ചിട്ട് ഗ്രഹണ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ബോഡി ക്ലെൻസ് ചെയ്യണം എന്നാണ് പറയുക. അപ്പോൾ അതിന് ശേഷം കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഉണ്ടാക്കിയിട്ട് കഴിക്കുക എന്നാണ്. പിന്നെ ഈ ഒരു സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. യാത്രകൾ, ശുഭകാര്യങ്ങൾ ഒന്നും ചെയ്യരുത്. അതേപോലെ നമ്മൾ ലോഹങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞു. സ്വർണ്ണം ക്രയവിക്രയം പാടില്ല, ഇരുമ്പിൻ്റെ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെയാണ് തുളസി ചെടിയുടെയും. നമുക്ക് സന്ധ്യാസമയമാണ് വരുന്നത്, അതുകൊണ്ട് പറയുകയാണ് പൂക്കൾ ഇറക്കുക, തുളസി ചെടി, തുളസി എടുക്കുക, തുളസി അങ്ങനെയുള്ള പറിക്കുക എന്നുള്ള പോലെയുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു സമയത്ത് ചെയ്യരുത് എന്നാണ് പറയുക. സാധാരണ ചെടികൾ നടാനോ സാധാരണ പൂക്കൾ ഇറുക്കാനോ ഒന്നും ശരിക്കും ഈ സമയത്ത് ചെയ്യാൻ പാടില്ല. അവർ റെസ്റ്റിന് വിടുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഭഗവാന്റെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മൂടിയിടുക. ഇപ്പം പൂജാമുറിയിലൊക്കെ ആണെങ്കിൽ പൂജാമുറിയുടെ വാതിൽ അടച്ചു വയ്ക്കുക. എന്നിട്ട് സൂര്യഗ്രഹണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഐഡോൾസ് ഉണ്ടെങ്കിൽ, അതായത് വിഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ക്ലെൻസ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ പൂജാമുറിക്ക് വാതിലുകൾ ഇല്ലാത്ത ഇതാണെങ്കിൽ ജസ്റ്റ് ഫോട്ടോസ് മാത്രമൊക്കെയാണ് വെക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു നല്ല തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് മൂടിയിട്ടാൽ മതി. പിന്നെ അതേപോലെ ഈ സൂര്യഗ്രഹണ സമയത്ത് 2:20 മുതൽ 6:13 വരെയുള്ള ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് പോയിട്ട് കുളിക്കുക, കലക്കുക, അങ്ങനത്തെ വെള്ളം വീഴുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യരുത് എന്നാണ് പറയുക. അപ്പോൾ എപ്പോഴും നമുക്ക് സൂര്യഗ്രഹണം കഴിഞ്ഞിട്ട് കുളിക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ബോഡി ഒന്ന് ക്ലെൻസ് ആവും. പിന്നെ നേരത്തെ പറഞ്ഞു നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം. സൂര്യഗ്രഹണത്തിന് മുമ്പ് ഉണ്ടാക്കിയ ഭക്ഷണം ഗ്രഹണത്തിന് ശേഷം കഴിക്കരുത് എന്നാണ് പറയുക. അത് കഴിയണതും അത് ഉപയോഗിക്കാതിരിക്കുക എന്നാണ്. പിന്നെ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് ശാഠ്യമൊക്കെ കൂടാൻ ചാൻസ് ഉള്ള സമയമാണ്. എല്ലാവർക്കും ഈ സമയത്ത് ഉറങ്ങാനൊന്നും പാടില്ല, പോയി കിടന്ന് ഉറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങുന്നതും കുറയ്ക്കുക എന്നാണ്. ഇപ്പോൾ ഗർഭിണികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സമയം ഏറ്റവും നല്ലത് മെഡിറ്റേഷനാണ്. ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയമാണ്. പോയി കിടന്നുറങ്ങാൻ പാടില്ല. സൂര്യഗായത്രി മന്ത്രജപം ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഭഗവാന്റെ
ഓം നാരായണായ നമ, ഓം നമ ശിവായ എന്നുള്ള രീതിയിലുള്ള മന്ത്രങ്ങൾ ചൊല്ലുക. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. മന്ത്രജപം നടത്തുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഹെൽത്തിന് നല്ലതാണ് എന്നാണ് പറയുന്നത്. ശരിക്കും സൂര്യഗ്രഹണത്തിന് മുമ്പും ശേഷവും കുളിക്കണം എന്നാണ് പറയുക. അതിപ്പോൾ രാവിലെ നമ്മൾ എന്തായാലും ഒന്ന് കുളിച്ചിട്ടാണല്ലോ പുറത്ത് പോവുക. അപ്പോൾ അതിന് ശേഷം സൂര്യഗ്രഹണത്തിന് ശേഷം ഒന്ന് ക്ലെൻസ് ചെയ്യണം, കുളിക്കണം എന്നാണ് പറയുക. എന്നിട്ട് ആ കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഈ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ, അപ്പോൾ വെറുതെ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതൊന്ന് ഫോളോ ചെയ്യണോണ്ട് നമുക്കൊരിക്കലും ദോഷം വരില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.